ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചായയും കാപ്പിയും. ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നുള്ളത്. ഒരു കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി. സോ ഇതിന് വേണ്ട സാധനങ്ങളും ഭയങ്കര കുറച്ച് തന്നെയാണ്. പക്ഷെ ഒരേ ഒരു പ്രശ്നം, ഓവർനൈറ്റ് പ്രിപ്പറേഷൻ വേണം. സോ ഇന്ന് ചെയ്തു വെച്ചാൽ നാളെ രാവിലെ കഴിക്കാം അങ്ങനെ. സോ നിങ്ങൾ കുറച്ച് ഡയറ്റ് ഒക്കെ നോക്കുന്ന, കുറച്ച് ഹെൽത്തി ആയിട്ട് കഴിക്കാന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇത് കുറെ ആൾ ചെയ്യുന്ന കാര്യം തന്നെയാണ്, പക്ഷെ എൻ്റെ രീതിയിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഇത് നമ്മളൊരു ബൗളിലാണ്, അത് ഓവർനൈറ്റ് ഉണ്ടാക്കി വെക്കണം. നെക്സ്റ്റ് ഡേ നമുക്ക് കഴിക്കാം. ഐ വുഡ് റെക്കമെൻഡ് ടു യൂസ് എ ഗ്ലാസ് ജാർ, നമുക്ക് അടച്ചു വെക്കാൻ പറ്റുന്ന പോലെ. എന്നിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ വെക്കണം. ഓക്കെ, സോ ഞാൻ ആദ്യം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് കാണിക്കാം. അതിന് മുന്നേ ഗൈസ്, ഞാൻ നല്ല ടയർഡാണ്. ഇപ്പോൾ സമയം 12:30 ആയി AM. നമ്മൾ പുറത്തൊക്കെ പോയി വന്നത് ഫ്രണ്ട്സുമായിട്ട്, ക്രിസ്മസ് എന്തോ പാർട്ടിയൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ നല്ല ടയർഡാണ്. പക്ഷെ നാളത്തേക്ക് കഴിക്കാൻ ഇത് വേണമല്ലോ പറഞ്ഞിട്ട് ഞാനിപ്പോൾ ചെയ്യാൻ പറഞ്ഞിട്ടിരിക്കുന്നു. അപ്പൊ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചെങ്കിൽ കമന്റ് ചെയ്യുക, പറയാം. ഒരു കുട്ടി വീഡിയോ ആണ്, അൺപ്രിപ്പയർഡ് വീഡിയോ ആണ്. എന്തായാലും ഇത് ചെയ്യണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് തോന്നി. ഓക്കെ, സോ ഞാൻ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണോ, ഇതിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ് എന്തൊക്കെയാണെന്ന് കാണിക്കാം. ഓക്കെ, സോ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഞാനൊരു ഓൾമോസ്റ്റ് 2.5 ടീസ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട്. ടീസ്പൂൺ പറഞ്ഞാൽ ഈ ഒരു സൈസ്. ഓക്കെ, ടേബിൾ സ്പൂൺ പറയാം. ഇതിന് 2.5 ഞാൻ ഓട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ മെയിൻ സാധനം. പിന്നെ ഇത് ഫ്രൂട്ട്സ് ആണ്, അത് നിങ്ങളുടെ ചോയ്സിന് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ബനാന ഉണ്ടെങ്കിൽ ബനാന എടുക്കാം. എനിക്ക് സ്ട്രോബെറി ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. പിന്നെ കിവി എടുത്തിട്ടുണ്ട്. കിവി ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ, കാരണം ഇതൊരു പുളിപ്പാണ് ഇതിലിട്ട് കഴിഞ്ഞാൽ. ഞാൻ കുറച്ചെണ്ണം ഇട്ടിട്ടുള്ളൂ. പിന്നെ ആപ്പിൾ, ഇന്ന് ഞാൻ ഹാഫ് ആപ്പിൾ ഇട്ടിട്ടുള്ളൂ, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ഫുൾ ആപ്പിൾ ഇട്ടിട്ട് അത് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഹാഫ് ആപ്പിള്. പിന്നെ ഒരു 7 ബ്ലൂബെറീസ് എടുത്തിട്ടുണ്ട്. ബ്ലൂബെറി ഹെൽത്ത് മീൻസ് വെയിറ്റ് ലോസിന് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് കേട്ടോ. നല്ല ഇതിലെല്ലാത്തിലും നല്ല ആന്റി ഓക്സിഡൻസ് ഉണ്ട്. നല്ല ബെസ്റ്റ് ഫ്രൂട്ട്സ് ആണ് ഇതൊക്കെ. പിന്നെ അതാ കുറച്ച് മിൽക്ക് എടുത്തിട്ടുണ്ട്. മിൽക്കൊക്കെ നിങ്ങളുടെ ചോയ്സ്. കുറച്ച് പേര് മിൽക്ക് എടുക്കാത്തവരാണെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റും, നോർമൽ വാട്ടർ. പിന്നെ ഹണി, അത് കുറച്ച് സ്വീറ്റനിങ്ങിന് വേണ്ടിയിട്ട്. ഇല്ലാച്ചെങ്കിൽ ഹണി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഫ്രൂട്ട്സിൻ്റെ ഇതുണ്ടാകും. ഇനി ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാൻ കാണിക്കാം. സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഇതില്ലേ, ഈ മിക്സ്ചർ ഇതിനെ നമ്മൾ ജാറിലേക്ക് ഇടും. ഓക്കെ, ഇത് മാത്രമാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ഓരോ ഫ്രൂട്ട്സ് ആയിട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, സോ കിവി എടുത്തിട്ട് ഇടുന്നുണ്ട്. ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഇടുന്നുണ്ട് ഞാൻ. ആപ്പിൾ ഇടുന്നുണ്ട്. അയ്യോ, ക്യാമറയിൽ നോക്കി ചെയ്യുന്നതുകൊണ്ട് ആപ്പിൾ താഴെ പോകുന്നുണ്ട് ഗൈസ്. ആപ്പിൾ. നെക്സ്റ്റ് ഞാൻ സ്ട്രോബെറി ഇടുന്നുണ്ട്. സ്ട്രോബെറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാക്സിമം ഇടാൻ പറ്റിയാൽ ഞാൻ ഇടും. എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രോബെറിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ട്രോബെറി. അപ്പോൾ സ്ട്രോബെറി ഞാൻ കുറേ ഇട്ടിട്ടുണ്ട് തവണ. പിന്നെ ഈ ഒരു 7 ബ്ലൂബെറി ഇതെല്ലാം ഇട്ടില്ലേ. ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഓക്കെ, ഇത് തിളപ്പിച്ച് ആറിയ പാലാണ്. ഈ പാല് ഫുള്ളായിട്ട് നമ്മൾ ഇതിൽ ഒഴിച്ചു. ഇനി ഹണി ഒഴിക്കണം. സോ ഹണി ഞാൻ കറക്റ്റ് കാണിക്കണമെങ്കിൽ ഇതാണ്, ഒരു ടേബിൾ സ്പൂൺ ഹണി ഇങ്ങനെ എടുത്തിട്ട് അതാണ് നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിനൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം സ്പൂൺ വെച്ചിട്ട്. അതിപ്പം മിക്സ് ചെയ്യണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല, കാരണം ഏറ്റവും അടിയിലാണല്ലോ നമ്മുടെ ഓട്സും. അവർക്കാണല്ലോ പാല് വേണ്ടത്. ഓട്സിനും ചിയ സീഡ്സിനും ഒന്ന് സോക്കാവാൻ വേണ്ടിയിട്ടാണ് മിൽക്ക്. ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കാൻ നേരത്ത് മിക്സ് ചെയ്തിട്ട് കഴിച്ചാലും മതി, അതിന് കുഴപ്പമൊന്നുമില്ല. അതിങ്ങനെ വെറുതെ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ എല്ലാവരുടെയും മിക്സ് ചെയ്ത് കണ്ടാം. ഇപ്പം ഇതിൽ മിൽക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ ഉള്ള പോലെ തോന്നും, പക്ഷേ ഇത് ഓട്സും ചിയ സീഡ്സും എല്ലാം ഈ മിൽക്കിനെ അബ്സോർബ് ചെയ്തിട്ട് രാവിലെ ആകുമ്പോഴത്തേന് കുറച്ച് മിൽക്ക് തന്നെ ഇത് ഫുള്ളായിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഞാൻ ഇത് ഫുള്ളായിട്ട് രാവിലെ ഞാൻ എടുത്തിട്ട് കഴിക്കുന്നതും കൂടെ കാണിച്ചു തരാം.
ഓക്കെ. സോ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് കണ്ടോ, അപ്പം ഇങ്ങനെയുണ്ട് ഈ ജാറ്. ഇതിന് നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്യണം. ഇതിന് ഓവർനൈറ്റ് റെഫ്രിജറേറ്റ് ചെയ്തിട്ട് നാളെ എടുത്തിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. സോ ഞാൻ നാളെ ഇത് എടുക്കുമ്പോൾ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഗുഡ് മോർണിംഗ്, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാണ്. കണ്ടോ, ഇത് ഫുള്ള് അതിലിരുന്ന് ഫ്രിഡ്ജിലിരുന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. സോ ഇത് ഓപ്പൺ ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തു. കണ്ടോ, സോറി, അങ്ങനെ ഒരു ആപ്പിൾ ഇപ്പം മിസ്സാവുന്നുണ്ട്. ഇങ്ങനെ മൊത്തം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അടിയിലാണല്ലോ നമ്മുടെ ഓട്സും ചിയാ സീഡ്സും ഉള്ളത്. അതിന് ജസ്റ്റ് ഫ്രൂട്ട്സിൻ്റെ കൂടെ മിക്സ് ചെയ്യും. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ലോണം ഫുള്ളാക്കരുത് പറഞ്ഞിട്ട്. കാരണം നല്ലോണം ഫുള്ളാക്കി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മിക്സ് ചെയ്യാനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല. ഓക്കെ, മിക്സ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഓരോ സ്പൂണുകൾ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ കഴിക്കുക. ദിസ് ഈസ് ദ ലൈക്ക് യമ്മി ആൻഡ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. താങ്ക് യു ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. Stay tuned for the next video. Bye bye. Merry Christmas.